സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും തൈറോയിഡിന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് T3, T4, TSH എന്ന് പറയുന്ന ചെക്കാണ്. അപ്പം പലപ്പോഴും നമ്മൾ മരുന്ന് എടുക്കുന്നവർ കാണും, തൈറോയിഡ് മെഡിസിൻ എടുക്കുന്നവരാണ് തൈറോക്സിൻ എന്താ പറയുക 25, 50, 75 എന്നൊക്കെ പറഞ്ഞാൽ പല ഡോസേജിൽ എടുക്കുന്നവരായിരിക്കും. എപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ TSH നോർമലായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ഇവർക്ക് മുടി കൊഴിച്ചിലുണ്ടാകും, ക്ഷീണം വരും, വെയിറ്റ് കൂടും, അലർജി പ്രശ്നങ്ങളുണ്ടാകും, ടെൻഷൻ ലെവൽ കൂടും, ഉറക്ക ബുദ്ധിമുട്ടുകൾ വരും, ശരീരത്തിൽ നീര് വെക്കും, തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ നോക്കുമ്പം ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ തൈറോയ്ഡ് പ്രശ്നം തന്നെയാണ്. പക്ഷേ എന്നാലും ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലായിരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ എന്താ പറയുക T3, T4, TSH ചെക്ക് ചെയ്തെങ്കിലും അതിനകത്ത് മെയിനായിട്ട് എന്ത് മെക്കാനിസമാണ് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും T4 എന്ന് പറയുന്നൊരു ഹോർമോണാണ്, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് T4 എന്ന് പറയുന്നത് T3 ആയിട്ട് കൺവേർട്ട് ആകും. T3 എന്ന് പറയുന്നതാണ് ആക്റ്റീവ് ഫോം. ഇത് ലിവറിൽ വന്നിട്ട് ആക്റ്റീവായിട്ട് കൺവേർട്ട് ആകണം. പക്ഷേ ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ഇപ്പം വിറ്റാമിൻ ഡി കുറയുന്നു, ഫാറ്റ് ലിവർ വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ സ്ട്രെസ് ലെവൽ കൂടുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ T4 ഉള്ളത് T3 ആയിട്ട് ലിവറിൽ കൺവേർട്ട് ആവത്തില്ല. എന്നാലും ഓൾമോസ്റ്റ് ഒരു 40% ആവും, ബാക്കി 60% റിവേഴ്സ് T3 ആയിട്ട് വരും. റിവേഴ്സ് T3 എന്ന് പറയുന്നത് T3 ആയെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ അത് റിവേഴ്സ് ആയിട്ട്, അതായത് അത് ആക്റ്റീവായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ റിവേഴ്സ് T3 എത്ര ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ചെക്ക് ചെയ്യേണ്ടത് T3, T4, TSH ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൈറോയ്ഡ് ആൻറ്റിബോഡിയും റിവേഴ്സ് T3 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അത് ഹൈ ആണെങ്കിൽ അത് നമുക്ക് ജോൺ മരീൻസിലെ ഏത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എപ്പോഴും എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, പക്ഷേ റിവേഴ്സ് T3 മാത്രമാണ് വേരിയേഷൻ കിടക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് തൈറോയ്ഡ് റീസെറ്റ് തെറപ്പി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റ് രീതികളുണ്ട്. അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, സപ്ലിമെൻറ്റ്സ്, ഫുഡിലെ ചേഞ്ചസ്, പർട്ടിക്കുലർ ന്യൂട്രിയൻസിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ ആ തൈറോയ്ഡ് റീസെറ്റ് പ്രോപ്പറാവും. അത് കണ്ട് വെറുതെ ബ്ലഡ് ടെസ്റ്റ് മാത്രം നോർമൽ ആയതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസം മാറണമെന്നുണ്ടെങ്കിൽ തൈറോയ്ഡിലെ ആക്റ്റീവായിട്ട് കൺവേർട്ട് ആകുന്ന കാര്യങ്ങളും നടക്കണം. അതിനെയാണ് നമ്മൾ തൈറോയ്ഡ് റീസെറ്റ് തെറപ്പി എന്ന് പറയുന്നത്. നമ്മുടെ ജോൺ മരീൻസിൽ ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ചെയ്തേച്ച് വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുള്ള മരുന്നെടുത്തിട്ടും മാറുന്നില്ല, അല്ലെങ്കിൽ മരുന്നെടുക്കാതെ ആണെങ്കിലും ഈ ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്തേച്ച് നമ്മുടെ ഡോക്ടേഴ്സിനെ ഒന്ന് കണ്ടാൽ മതി.